ധ്യാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെയും മഹിമയോടെ ഉയർപ്പിക്കണമേ. ഇവരുടെയും മണ്ഡത്തെ നാഥനും ദൈവവുമായ മിശിഹായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദേവദൂതന്മാരാകുമ്പടിയോടും കൂടെ വാനമേഘങ്ങൾ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷരേഖപ്പെടുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാർ വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭം തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിൽ നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശരീരങ്ങൾ കൈകൊണ്ട ഭക്തരതായി മരിച്ചോർകരുളണമേ. നല്ലോർമ്മ നിന്റെ മഹത്വമുദയം. ഈ കർത്തദാസിന്റെ നിര്യാണത്തിൽ ദുഃഖാർത്തരായ മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെ, സഹോദരങ്ങളെ ഇതിൽ സംബന്ധിക്കുവാനും ഈ ദാസനെ പ്രാർത്ഥനയോടെ യാത്ര അയക്കുവാനും വന്നിരിക്കുന്ന ദൈവജനമേ, ഈ ഭവനത്തിൽ ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് ഈ സമയത്ത് ആമുഖമായിട്ട് ഓർപ്പിക്കുവാനും അതുപോലെ തന്നെ അന്തിമോപചാരം അർപ്പിക്കുവാനും ആഗ്രഹിക്കുമ്പോൾ വളരെയധികം സന്തോഷത്തോടും സുദൃഢമായ സ്നേഹബന്ധത്തിനുമാണ് ഈ മക്കൾ ഒരുമിച്ച് ദുഃഖാർത്തനായ മറുപടി ലഭിക്കുവാൻ തക്കവണ്ണം പ്രയാസമാണ്. എന്തുകൊണ്ട് ഈ യൗവന പ്രായത്തിൽ എന്നുള്ള ചിന്ത കുടുംബാംഗങ്ങൾക്കും ഒക്കെ ഉണ്ടാകുക സ്വാഭാവികമാണ്. ബുദ്ധിക്ക് അപ്പുറമാണ്, അല്ലെങ്കിൽ അതീതമാണ്. കർത്താവ് ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷത്തിൽ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം, ഈ 3 വാക്കുകളിൽ ജനനം നാം അറിയുന്നില്ല. ആ പ്രക്രിയ ദൈവത്തിൻ്റെ ക്രമീകൃതമായ ഒരു നിഷ്ഠയാണ്, ചിട്ടയാണ്, സൃഷ്ടിയാണ്. അല്ലെങ്കിൽ നാം ആഗ്രഹിക്കാത്ത, നാം ഉദ്ദേശിക്കാത്ത, നാം ചിന്തിക്കാത്ത അവസരത്തിൽ ജനനമാകുന്ന അനുഭവത്തിലൂടെ ഈ പ്രപഞ്ചത്തിലേക്ക്, ദൈവസൃഷ്ടിയാകുന്ന ഈ ഏദന്റെ പ്രദേശയിലേക്ക്, ഈ പ്രപഞ്ചത്തിലേക്ക് നാം സംജാതരാകുന്നു. എന്നാൽ അന്ത്യനാളിൽ ദൈവം അവർക്ക് കൽപ്പിച്ചതായ ആ ആയുസ് തികയുമ്പോൾ ദൈവം അവരെ വിളിച്ച് ചേർക്കുന്നു. പ്രധാന സംഗതിയാണല്ലോ ജീവിതം എന്നുള്ളത്. ജീവിതം എന്ന് പറയുമ്പോൾ അതെങ്ങനെയും ജീവിച്ചു കൂട്ടുക എന്നുള്ളത് അല്ല, പിന്നെയോ ദൈവഹിതത്തിന് വിധേയമായി ജീവിച്ച് ദൈവത്തെ അറിഞ്ഞനുഭവിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു അനുഭവമാണല്ലോ ക്രിസ്തീയ ജീവിതം. അതുകൊണ്ട് പരിശുദ്ധനും ഭാഗ്യവാനുമായ കൽപ്പിച്ചു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. അത് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചെയ്യുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം അവസാനിക്കുന്നതായ ആ ഭാഗത്താണ് അപ്രകാരം നാം വായിക്കുന്നത്. ദൈവത്തിന് സമാണ്. പ്രിയമുള്ളവരെ, ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ദിനം ഈ ദാസന്റെ ആകസ്മികമായ വേർപാടിൽ അറിയിച്ചുകൊണ്ടും ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ടും ദുഃഖാർത്ഥനായ ഭാര്യയെയും മക്കളെയും കുടുംബാംഗങ്ങളെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. അവരുടെ മുഖത്തു നിന്ന് ദുഃഖവും കണ്ണുനീരും നീക്കി ധൈര്യവും പ്രത്യാശയും സമാധാനവും അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു.
ദൈവം നിങ്ങളെ സമാശ്വസിപ്പിക്കട്ടെ. വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടിന്നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ. സ്നേഹിതരേ, സോദരരേ, കാണുകയില്ലിനി നാം ഓർക്കണമേ പ്രാർത്ഥനയിൽ എന്നെ കനിവോടെ. വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടിന്നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ. നാളുകളേറെ ഞാനീ വഴിയിൽ യാത്രകൾ ചെയ്തല്ലോ, നവമൊരു യാത്ര ഇറങ്ങിയിടുന്നു, തിരികെ വരില്ല ഞാൻ. നാളുകളേറെ ഞാനീ വഴിയിൽ യാത്രകൾ ചെയ്തല്ലോ, നവമൊരു യാത്ര ഇറങ്ങിയിടുന്നു, തിരികെ വരില്ല ഞാൻ. സമ്പാദ്യങ്ങൾ സകലതുമിവിടെ കൈവെടിയുന്നു ഞാൻ. കൈകളിലൽപ്പം ധനമില്ലാതെ പോകും നീ വഴിയിൽ. കാത്തിടുമെന്നെ ഈശ്വരനെന്നും അവനെൻ ധനമല്ലോ. വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി. കരുണയുള്ള കർത്താവെ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ഈ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ. മുതലായുസ്സോ സന്തോഷത്തിലവരാനന്ദിക്കോ. കർത്താവേ, നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. മൃതനാമെന്നിൽ കനിയേണം സർവേശ്വര. കർത്താവിനെ ആകാശത്തിലും ഭൂമിയിലും സുത്രഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനെല്ലാം എല്ലാം മാഞ്ഞടിയുന്നു. ഇന്നലെ മാഞ്ഞടിയുന്നു.
പറുദീസ ഞാൻ കണ്ടൊരു ദിനമെൻ വിളിക്കുന്നു, മരിച്ചു ഉയർപ്പിക്കുന്ന വഴിയുടെ നാമത്തെ സ്തുതി. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ അവനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിളിക്കുന്ന മരിച്ചു ഉയർപ്പിക്കുന്നവനെ നാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആശ്രയിപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ഈ ദാസനെ വിളിക്കുകയും നിന്റെ വലത്ത് ഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, മരിച്ചവരെന്ന് കണ്ടാവും വാനമേഘങ്ങൾ നീ മഹത്വത്തോടുകൂടി ആഗതനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാതു കേട്ടിട്ടില്ലാത്തതും മനുഷ്യ ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ സഹോദരനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധന്മാരോടുകൂടി സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ സഹോദരന്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഈ സഹോദരന്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഭാഗ്യരാജ്യം ഒന്നുണ്ടതിൽ വാനശോഭ നിത്യം, സായാഹ്നം അങ്ങുണ്ടാകില്ല അതിൻ സൂര്യൻ യേശു. ക്രൂശിനെ വഹിക്കില്ല കിരീടം ധരിക്കും, സൊല്ലുകേ നാം പാർക്കുമ്പോൾ ഭാഗ്യരാജ്യത്തിൽ നിത്യം. ആഴിക്കക്കരെ സമാധാന നാട്ടിൽ വൻകാറ്റെല്ലാം അടങ്ങുന്നു, അങ്ങു വേണം നീതി. ക്രൂശിനെ വഹിക്കില്ല കിരീടം ധരിക്കും, സൊല്ലുകേ നാം പാർക്കുമ്പോൾ ഭാഗ്യരാജ്യത്തിൽ നിത്യം. വീടും ഒന്നുണ്ട്, സ്വർഗീയ മന്ദിരം. ഈഹേ നാം സ്നേഹിച്ചോർ നമ്മെ എതിരേൽക്കും അതിൽ. പ്രതീക്ഷദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. എന്റെ കർത്താവെ, നിന്നെ ഞാൻ പ്രവർത്തിക്കും മഹിമയുടെ ദിവവിധി നാളിൽ. കർത്താവെ, നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ല ഒരു വലം ഭാഗേ
കർത്താവേ ഞാൻ ആശ്രയിച്ചു, കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയും നൽകുന്നു. ആകാശവും നിന്നതാവുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസും. അവരന്തികീർത്തനങ്ങൾ പാടും, മൃതരാന്നവരുടെ പാപങ്ങൾ ശിഷ്ടില്ല. മഴ പെയ്യുമ്പോൾ വൈനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധയും മരണത്തിന്റെയും നാഥം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, മൃതരെല്ലാരും ഇന്നി വിളങ്ങും വധർമണുടകാൻ മരുമരുളേണം. ഉചിതമല്ലോ വിളിക്കുന്നു പാപമോചനത്തിന്റെ പക്കലുണ്ടാവുന്നല്ലോ. അവന്റെ വാഗ്ദാനത്തിലാകുന്നു ജീവോ ജീവദായകമായ ശബ്ദത്തല്ല സന്നിധിച്ച കർത്താവേ. ആ ശബ്ദമയമായ ദാസനെ വിളിക്കുകയും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ദാസന്റെ ആത്മാവിനെ മാലാഖമാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണലിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ മഹത്വത്തോടെ ആകുമ്പോൾ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യർക്ക് ആസ്വദിച്ചില്ലാത്തതുമായ നിത്യാനത്തിലേക്ക് കർത്താവേ നിൻ കൃപയാൽ നിത്യവെളിച്ചം മൃതരാം നിന്ദാസരിലായി വീശണമേ നീ. സ്വർഗത്തിൽ നിന്നരികെ ചേർത്തരുളേണം സർവവിശുദ്ധരുമൊന്നായി സതതം വാഴാം. ജ്ഞാനസ്നാനത്താലിവരങ്ങേതായി നിന്റെ ശരീരത്താലിവർ പോഷിതരായി. തിരുരക്തത്താലിവർ മോചിതരായി. നിൻ ജീവബലിയാലിവർ മോചിതരായി. കർത്താവേ നിൻ കൃപയാൽ നിത്യവെളിച്ചം മൃതരാം നിന്ദാസരിലായി വീശണമേ നീ. സ്വർഗത്തിൽ നിന്നരികെ ചേർത്തരുളേണം സർവവിശുദ്ധരുമൊന്നായി സതതം വാഴാം. അന്തിമ രംഗങ്ങൾ പ്രാർത്ഥന ആശംസകളോടുകൂടി നേരുന്ന ഈ അവസരത്തിൽ അഭിനന്ദ പാലാരൂപതയുടെ സഹായമെത്രാൻ മാർ ജേക്കബ് മുരിക്കൻ തിരുമനസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നലെ നമ്മുടെ സഭയുടെ തലവൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് പിതാവിനെ വിളിച്ച് നേരിട്ട് ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയും അപ്പോൾ തന്നെ എന്നെ വിളിച്ചറിയിക്കുകയും ചെയ്തിരുന്നു. അതിന് പ്രകാരം അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടുള്ള ആദരവും നന്ദിയും നിങ്ങളെല്ലാവരുടെയും പേരിൽ അർപ്പിക്കുകയാണ്. ഈ കർമ്മങ്ങൾ അദ്ദേഹം നേതൃത്വം നൽകുന്നതും ചരമപ്രസംഗം നടത്തി സന്ദേശം നൽകുന്നതും നമുക്ക് ആശ്വാസകരമായ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഈ സാന്നിധ്യവും പ്രാർത്ഥനകളും സന്ദേശവും നമുക്ക് പ്രയോജനപ്പെടുത്താം. കുടുംബാംഗങ്ങൾക്കും ഇവിടെ കുടിക്കുന്ന നിങ്ങളെല്ലാവരുടെയും പേരിലുള്ള നാട്ടുകാരുടെ അനുശോചനം ഇപ്പോൾ അറിയിക്കുകയാണ്. വന്യപിതാവ് തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുകയാണ്. സങ്കേതമായ ദൈവമേ,
ഞങ്ങളുടെ പാപമോചനത്തിനായി പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ മണിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. മണ്ണിൽ നിന്നാദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ ദിവസങ്ങൾ എത്ര നിക്ഷേപം കൂട്ടുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീ അല്ലാതെ ആരെനിക്ക് ആശ്രയം? എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോട് ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസന് വരമെന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാമാദത്തിൽ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണിക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസ്യനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും അനുജനു ഞാൻ അന്തിമ ദിവസം ഉയിർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്ക് പകർന്നിടും. മർത്യനമർത്യത പുണരുന്നു. ക്ഷയമുള്ളോൻ ക്ഷയനാകും.